സംഭവത്തിലായിരിക്കും ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് വഴക്കിട്ട് പിരിയുന്നത്. പക്ഷെ അതിനു മുമ്പ് അവർ നമുക്ക് ചെയ്തിട്ടുള്ള പല നല്ല കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ആ ഒരു സംഭവം കൊണ്ട് മറന്നു പോകും. സോ അവിടെയാണ് നമുക്ക് ചെറുതായിട്ട് പാളിപ്പോകുന്നത്. എത്രയോ നല്ല കാര്യങ്ങൾക്കിടയിൽ നമ്മൾ എന്തൊക്കെ പോസിറ്റിവിറ്റീസ് നമ്മുടെ ലൈഫിൽ സംഭവിച്ചു എന്ന് പറഞ്ഞാലും ഒരു നെഗറ്റീവ് സംഭവിച്ചാൽ ചിലപ്പോൾ നമ്മൾ അവിടെ സ്റ്റക്കായി പോകും. അത് ചെയ്യേണ്ട ആവശ്യമില്ല, അതങ്ങ് വിട്ടേക്കുക, ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. അതേപോലെ ഇപ്പം ഈയിടെ എല്ലാവരും ഇൻസ്റ്റാഗ്രാമില് ഇതേപോലെ തന്നെ കടയിലേക്ക് എന്തോ ഒരു ഫോൺ കോൾ വരിക, എന്തോ മോശമായിട്ട് സംസാരിക്കുക, ആ ഒരു ഇഷ്യൂ അതെന്തായിരുന്നു ആക്ച്വലി അറിയാം? അത് ഞങ്ങൾ ഇതുപോലെ ഒരു ദിവസം കട ക്ലോസ് ചെയ്തോണ്ടിരുന്ന സമയത്ത് അറൌണ്ട് ഒരു 7 o'clock ടൈം ആയപ്പോ കടയുടെ നമ്പറിലേക്ക്, കടയുടെ നമ്പർ പബ്ലിക് ആണ്, കടയ്ക്ക് 3 നമ്പേഴ്സ് ഉണ്ട്, കോണ്ടാക്ട് നമ്പേഴ്സ്. അപ്പൊ അതിലെ ഒരു നമ്പറിലേക്ക് കോള് വരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും തന്നെയാണ് ആ സമയത്ത് കടയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാനാണെങ്കിലും എന്റെ അസിസ്റ്റന്റ് വിജി ആണെങ്കിലും ഞങ്ങളുടെ ബാക്കി സ്റ്റാഫ് ടീം മെമ്പേഴ്സ് എല്ലാവരും, എന്റെ ബ്രദർ എല്ലാവരും ഉണ്ട്. അപ്പോ കോള് വന്നു. അപ്പൊ ആ സമയത്ത് അവിടെ ഫ്രീ ആയിട്ട് നിന്നത് വിജിയ. ഷീസ് മൈ ഓൾ ഇൻ ഓൾ ആണ്, എന്റെ അസിസ്റ്റന്റ് മാനേജർ, എവറിത്തിങ്. ഷീ ഓൾസോ കംസ് ടു ദ ഷോപ്പിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവളാണ് ആ സമയത്ത് കോൾ എടുക്കുന്നത്. സോ അതൊരു നോർമൽ ഫോൺ നമ്പറിന്ന് വന്ന, മൊബൈൽ നമ്പറിന്ന് വന്ന കോള്. അപ്പൊ നമ്മൾ കസ്റ്റമർ ആണെന്ന് വിചാരിച്ച് എടുക്കുന്നു. എടുത്തപ്പോ ആദ്യം ആള് പറഞ്ഞത് ഞാനിങ്ങനെ ആര്യയുടെ ഫാനാണ്, അപ്പൊ ആര്യനെ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു ഇത് കടയുടെ ഒഫീഷ്യൽ നമ്പറാണ്, നമുക്ക് പേഴ്സണൽ നമ്പർ തരാനുള്ള പെർമിഷൻ ഇല്ല. സോ അപ്പൊ ആള് പറഞ്ഞു ഒരു വർക്ക് പ്രോജക്റ്റിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൾ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. ഭയങ്കര നല്ല ലാംഗ്വേജ് ആണ്. നമ്മൾക്ക് ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല ലൈക്ക് ഇങ്ങനെ ഒരു ട്രാൻസിഷനിലേക്ക് മാറുന്നുള്ള നമ്മൾ എക്സ്പെക്ട്. ഭയങ്കര നല്ല രസമായിട്ടാണ് അയാൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം അയാള് പറഞ്ഞു എനിക്ക് ഐ നീഡ് ടു ഡിസ്കസ് എ പ്രോജക്ട് വിത്ത് ഹെർ, സോ ഐ റിയലി നീഡ് ടു കണക്ട് വിത്ത് ഹെർ, ക്യാൻ യു ഹെൽപ്പ് മീ ഔട്ട് എന്നാണ് ചോദിച്ചത്. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു ഈ പറഞ്ഞ പോലെ നമുക്ക് പെർമിഷൻ ഇല്ല നമ്പർ തരാൻ. ഞാൻ സാർ എന്നോട് ഡീറ്റെയിൽസ് പറയൂ, ഞാൻ ആര്യ മാമുമായിട്ട് സംസാരിച്ചിട്ട് എനിക്ക് നമ്പറും തന്നോളൂ, ഓക്കെ ആണെങ്കിൽ ഷീ വിൽ കോൺടാക്ട് യു എന്ന് പറഞ്ഞു. ഓക്കെ ദെൻ ദാറ്റ് ഇസ് ഫൈൻ, അങ്ങനെ മതി. അതിനു മുമ്പ് പ്ലീസ് ഡൂ മീ എ ഫേവർ, ഒരു മെസ്സേജ് പാസ് ചെയ്യണം, പാസ് എ മെസ്സേജ് ഓൺ ബിഹാഫ് ഓഫ് മീ ടു ഹെർ. അപ്പൊ ഷീ സെഡ് ഓക്കെ സാർ പറഞ്ഞോളൂ. ഇത്രയും പറഞ്ഞപ്പോ പുള്ളിക്കാരി അത് സ്പീക്കറിൽ ഇട്ടു. ബിക്കോസ് ഞാൻ അവിടെ ഇരിപ്പുണ്ടല്ലോ, അപ്പൊ ഞാൻ ഡയറക്റ്റ് കേട്ടോട്ടെ, പിന്നെ ഷീ ഡസന്റ് ഹാവ് ടു ഫിൽ മീ ഇൻ. അതുകൊണ്ട് പുള്ളിക്കാരി അപ്പൊ തന്നെ സ്പീക്കറിലിട്ടു. സ്പീക്കറിലിട്ട് എടുത്ത വാക്കിയ ആള് അടുത്തത് ഞാനത് പറയുന്നില്ല, ബിക്കോസ് ഇനി അത് പറഞ്ഞ ഇതിന്റെ താഴെ പൊട്ട കമന്റ്സ് വരും. അതുകൊണ്ട് ഐ എം നോട്ട് സെയിങ് ദാറ്റ് തിങ്. അത് ആ വീഡിയോയിലുണ്ട്. എന്റെ ഒരു പ്രൈവറ്റ് പാർട്ടിനെ കുറിച്ച് അയാളൊരു എടുത്ത വാക്കിയൊരു കമന്റ് അടിച്ചു. അത്രയും നേരം വളരെ നല്ല പലരും, ഞാൻ ഇതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടു. അപ്പൊ അതിന്റെ ഇടയിൽ അതിന്റെ താഴെ ഒരു ആരെന്നറിയില്ല ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ബിക്കോസ് ഹി സ്പോക്ക് ഇൻ ഇംഗ്ലീഷ് യു ജഡ്ജ്ഡ് ദാറ്റ് ഹി ഈസ് എ സൊഫിസ്റ്റിക്കേറ്റഡ് ജെന്റിൽമാൻ. അല്ല, അങ്ങനെയല്ല. അയാൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടല്ല പറഞ്ഞത്. നമുക്കിപ്പോ ഒരാൾ സംസാരിക്കുന്ന രീതി അറിയാമല്ലോ. ഒരു വെൽ മാനേർഡ് ഒരു ജെന്റിൽമാൻ എങ്ങനെയായിരിക്കും നമ്മളോട് അപ്രോച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിന്റെ ഡീറ്റെയിൽ സംസാരിക്കുന്നത്. നമ്മൾ ഇത്രയും വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നത്, സോ വി നോ. ആ ഒരു രീതിയിൽ തന്നെയാണ് അയാൾ സംസാരിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സൊഫിസ്റ്റിക്കേറ്റഡ് ജെന്റിൽമാൻ സംസാരിക്കുന്ന പോലെ തന്നെയാണ് സംസാരിച്ചത്. ഇമ്മീഡിയറ്റ്ലി ഇയാൾ ഇത് പറയുമ്പോ ഹീസ് ഓൺ സ്പീക്കേഴ്സ്. അപ്പം ഇത്രയും പേര് ശരിക്കും ഞങ്ങൾക്ക് ചിരിയാവുന്നത്, വി ബേർസ്റ്റഡ് ഔട്ട് ലാഫിങ്. നമ്മൾ ചിരിച്ചുപോയി. കാരണം നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഇറ്റ് വാസ് ലൈക്ക് ഒരു ബലൂൺ പൊട്ടിയ അവസ്ഥയായിരുന്നു, പൊട്ടേന്ന് പറഞ്ഞിട്ട്. അത്രയും രസമായിട്ട് സംസാരിച്ചുകൊണ്ട് വന്ന ആള് ഇങ്ങനെ ഒരു കമന്റ് പറഞ്ഞപ്പോ അത് കഴിഞ്ഞ് പിന്നെ അയാള് ഫുൾ വൃത്തികേടിന്റെ അയ്യരുകളിയായിരുന്നു. ലൈക്ക് അതും പുള്ളി ഇംഗ്ലീഷിലാണ് സംസാരിച്ചേ. ലൈക്ക് ഇറ്റ് വാസ് ലൈക്ക് അയാള് ലിറ്ററലി ഒരു ഓർഗാസം ചെയ്യുന്ന പോലത്തെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കുന്നു. അയാൾ പറയുന്നുണ്ട് ഞാനിപ്പോ ഷാഗ് ചെയ്തോണ്ടിരിക്കുകയാണ്, ഇതൊക്കെ അയാൾ ഈ കോളിൽ പറയുന്നുണ്ട്. സോ we didn't cut the call because ഇയാൾ ഇത് പറഞ്ഞപ്പോ തൊട്ട് ഞാൻ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ബിക്കോസ് എനിക്കിത് ഒരു പ്രൂഫ് വേണമായിരുന്നു. ഇഫ് അറ്റ് ഓൾ ഐ ഹാഡ് ടു ഫയൽ എ കേസ്, എനിക്ക് പ്രൂഫ് വേണം. അതിപ്പോ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ഇത് കിട്ടില്ല, കോൾ കിട്ടില്ല. സോ വി ഹാഡ് ടു മേക്ക് ഹിം. ആൻഡ് എവിടെന്നെങ്കിലും ഇയാളുടെ പേരോ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളതാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. സോ ഞങ്ങൾ ഇയാളെ സർക്കാസ്റ്റിക്കലി ട്രിഗർ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. എന്തെങ്കിലും ഇയാള് ട്രിവാൻഡ്രത്തേക്ക് വാ, സോ ഇയാള് ട്രിവാൻഡ്രം ബേസ്ഡ് ആണോ എന്ന് അറിയില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇയാള്. അപ്പൊ ഞങ്ങള് ട്രിവാൻഡ്രം ആണോ എന്നുള്ളത് കിട്ടുമോ, ഇതൊക്കെ അറിയാൻ
വേണ്ടിയിട്ട് വി were purposely triggering him. വിജി വാസ് ദ വൺ ഹു വാസ് ടോക്കിംഗ്. വിജി നല്ല സർക്കാസ്റ്റിക്കലി അയാൾക്ക് തിരിച്ച് നല്ല ആൻസർ കൊടുത്തോണ്ടിരിക്കായിരുന്നു. ഇയാൾ അപ്പൊ ട്രിഗർ ആവുകയും ചെയ്തു. ഇയാൾക്ക് ഈഗോ അടിച്ചിട്ട് ഇയാൾ തിരിച്ച് അങ്ങനെയാണ് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഒരു പോയിന്റ് എത്തിയപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി ഇയാള് ഇനി ഒന്നും പറയാൻ പോകുന്നില്ല എന്നുള്ളത്. ആൻഡ് വി ഹാൻഡഡ് ഓവർ ദ കോൾ ടു ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന് കൊടുത്തു, മെയിൽ ഫ്രണ്ടിന് കൊടുത്തു. അവൻ ഫോൺ എടുത്ത് സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും ഇയാൾ ഡിസ്കണക്ട് ചെയ്തു. He disconnected the call. So maybe initially he thought ഞങ്ങൾ 2 പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള ഇതിലാണോ ഇയാള് സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് അറിയില്ല. ഇയാള് ചിലപ്പോ വിചാരിച്ചിട്ടുണ്ടാവും സാരിക്കടയല്ലേ, ആണുങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല, പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള ഇതിലായിരിക്കും. ബട്ട് ആ ഒരു ആണിന്റെ സൗണ്ട് കേട്ട ഉടനെ ഇയാള് ഡിസ്കണക്ട് ചെയ്തിട്ട് പോയി.